ബിസിനസ്സിലെ ഈ സൈലൻറ്റ് കില്ലേഴ്സ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ബിസിനസ്സിലുണ്ട് സൈലൻറ്റ് കില്ലേഴ്സ്. ഇവരിങ്ങനെ വന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് കുത്തി ബാക്കിൽ നിന്ന് കുത്തി ഇങ്ങനെ വെട്ടി അങ്ങനെ ഒന്നും കൊല്ലുന്നവരല്ല. ഇത് വളരെ നൈസായിട്ട് ഇങ്ങനെ ബ്ലീഡ് ചെയ്ത് ലീക്ക് ചെയ്ത് കൊല്ലും. അതിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, അൺകൺട്രോൾഡ് ആയിട്ടുള്ള സ്പെൻഡിങ്. ഇപ്പോൾ നമ്മുടെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലേ. ഇത് ആവശ്യമുള്ള സ്പെൻഡാണോ? കുറേ സോഫ്റ്റ്വെയർ സബ്സ്ക്രിപ്ഷൻസ് കാണും. എത്ര പേര് നോക്കിയിട്ടുണ്ട് ഈ സോഫ്റ്റ്വെയർ സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ ആവശ്യമുണ്ടോ, അതോ ഇത് വെറുതെ എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പോവുകയാണോ, എൻ്റെ ടീം നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ? ബാഡ് ക്രെഡിറ്റ് ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ക്ലയൻറ്റ് എനിക്ക് പേ ചെയ്യുന്നത് 60 ദിവസത്തിലും 90 ദിവസത്തിലും ഒക്കെ പേ ചെയ്യത്തുള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ വെണ്ടർ എൻ്റെ കൊങ്ങയ്ക്ക് പിടിക്കും 15 ദിവസത്തിനുള്ളിൽ പേ ചെയ്തില്ലെങ്കിൽ. ഇത് എവിടെ നിന്ന് എടുത്തിട്ട് പേ ചെയ്യും? ഇത് റോൾ ചെയ്യണ്ടേ? ഇത് റോൾ ചെയ്യാനുള്ള ഫണ്ട്, റോൾ ചെയ്യാനുള്ള വർക്കിംഗ് ക്യാപിറ്റലൊക്കെ എൻ്റെ കയ്യിലുണ്ടോ? അടുത്തത്, അണ്ടർ പ്രൈസിങ്. എൻ്റെ പ്രോഡക്റ്റിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ 25,000 രൂപയാണ്. പക്ഷെ ഞാനിത് അണ്ടർ പ്രൈസ് ചെയ്തേക്കുക. ഞാനൊരു 20,000 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുക. ആദ്യം ഞാനൊരു മാർക്കറ്റ് എൻട്രി സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഞാൻ ചെയ്തു. പക്ഷേ ഞാനിത് എന്നും ചെയ്താലോ? പിന്നെ എന്തിനാ ബിസിനസ് ചെയ്യുന്നത്? ഓവർ സ്റ്റോക്കിങ്. അടുത്തത്, നമുക്ക് ഭയങ്കര ശുഭാപ്തി വിശ്വാസം ഈ ഓണ്ടർപ്രണേഴ്സിനല്ലേ. നമ്മൾ 100 യൂണിറ്റ് വേണ്ട സ്ഥാനത്ത് നമ്മൾ 200 യൂണിറ്റ് മേടിച്ച് വെച്ചേക്കുക. കാര്യം ഇനി ഓണം വരാൻ പോവല്ലേ, ഈസ്റ്റർ വരാൻ പോവല്ലേ, പറപ്പിക്കും നമ്മൾ. അപ്പോൾ 200 യൂണിറ്റ് നമ്മൾ സ്വന്തം കാശ് കൊടുത്തിട്ട് അല്ലെങ്കിൽ 15 ദിവസം കൊണ്ട് എൻ്റെ വെണ്ടറിന് കൊടുക്കേണ്ടത് മേടിച്ച് ഞാൻ വെച്ചിരിക്കുക. റിയലിസ്റ്റിക് ആയിട്ട് ചിലപ്പോൾ മാർക്കറ്റിൽ 100 വിൽക്കാൻ പറ്റത്തുള്ളൂ. ഇനി ബ്ലോട്ടഡ് ഓവർ ഹെഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഓവർ ഹെഡ്സ് കൂടിക്കിടക്കുന്നു ഭയങ്കരമായിട്ട്. അതായത് എനിക്ക് 5 പേര് മതി, പക്ഷെ ഞാൻ എൻ്റെ ശുഭാപ്തി വിശ്വാസം കാരണം ഞാനൊരു 7 പേരെ 8 പേരെ എടുത്തു വെച്ചിരിക്കുക. കാര്യം എന്തുകൊണ്ടാണ്? നാളെ സെയിൽസ് കൂടും. അപ്പോൾ എനിക്ക് ഇവനെ ട്രെയിൻ ചെയ്യണം, എനിക്ക് ട്രെയിൻ ചെയ്ത സ്റ്റാഫിനെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റണം. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ കുറേ അണ്ടർ പെർഫോമൻസ് കാണും. എനിക്ക് പ്രതീക്ഷയാണ് ഇവൻ നാളെ നന്നാവും, മറ്റന്നാൾ നന്നാവും, അതിൻ്റെ അടുത്ത ദിവസം നന്നാവുമോ? അപ്പോൾ ഇതൊക്കെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇത് നമ്മൾ കറക്റ്റായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം നമ്മളുടെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞല്ലേ, ഇതൊക്കെ എന്താണ്? സൈലൻറ്റ് പ്രോഫിറ്റ് കില്ലേഴ്സാണ്. ഓരോ ലീക്കാണ്. ഞാനിത് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ചെറിയൊരു ലൈനായിട്ടല്ലേ, 5 പേർക്ക് വരെ 6 പേര് വന്നാൽ എന്ത് സംഭവിക്കാനാ? അങ്ങനെ ഓരോ ലൈൻ ഐറ്റത്തിലും കൂടെ ബ്ലീഡ് ചെയ്ത് അവസാനം നമ്മൾ പടവാതിരിക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇത് പിടിച്ച് തന്നെ പോകണം. വേണ്ടേ? ഓക്കെ.